വർഷങ്ങളായിട്ട് പല്ല് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കാൽക്കുലസ് അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. കാൽക്കുലസ് എന്ന് പറയുന്നത് നമ്മുടെ പല്ലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാക്ക് ഒരു 24 അവേഴ്സ് കഴിയുമ്പോൾ ഹാർഡൻ ചെയ്ത് പതിയെ പതിയെ ഇതുപോലെ ലെയർ ആയിട്ട് ഫോം ആവും. എന്നാൽ ഇത് വർഷങ്ങളോളം പല്ല് ക്ലീൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയൊരു കോട്ടിംഗ് ആയിട്ട് തന്നെ പല്ലിൽ കാണാറുണ്ട്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇനി യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത് പല്ലിനെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ വളരെയധികം ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. ഈ ബാക്ടീരിയ നിങ്ങളുടെ ഉള്ളിലുള്ള പല്ലിന്റെ ചുറ്റുമുള്ള എല്ല് ദ്രവിപ്പിച്ച് കളയുകയും പല്ലിൽ മോണരോഗം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. ഇത് കാരണം പല്ല് ഗ്രാജുവലി കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. ഇതിന്റെ തുടക്ക സമയത്ത് ഹാർഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാകുക, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മോണ വീങ്ങിയിരിക്കുക, അതുപോലെ ഗംസ് റെഡ് കളറായിട്ട് കാണുക, ഗംസിൽ ചെറിയ വീക്കങ്ങൾ തടിപ്പുകളൊക്കെ കാണുക. ഇതൊക്കെ തന്നെ നമുക്ക് മോണരോഗങ്ങളുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ